ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാ സഹോദരന്മാർക്കും ഹൃദ്യമായ സ്വാഗതം അറിയിക്കട്ടെ. പല പല സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ പങ്കെടുക്കുന്ന സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പർവ്വത പ്രസംഗത്തെ ആസ്പദമാക്കി, സെർമൺ ഓൺ ദ മൗണ്ട്, അതിനെ ആസ്പദമാക്കി നാം പഠിച്ചു വരുന്ന ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ 6ാമത്തെ സെഷനാണ് ഇന്ന്. ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ഈ കാര്യങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. അതിൻ്റെ ഇന്നത്തെ 6ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മത്തായി എഴുതിയ സുവിശേഷം 6ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള ഭാഗത്തു നിന്നാണ് നാം ഇന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സസ് 1 to 18. ഈ ഭാഗത്തു നിന്നായിരിക്കും നാം ഇന്ന് ചിന്തിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം ഓണർ സീക്കിംഗ് അഥവാ മനുഷ്യരുടെ മാന്യത തേടൽ, മനുഷ്യരുടെ മാന്യത അന്വേഷിക്കുന്ന സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ അത് ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ വിഷയമാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. തുടക്കത്തിൽ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സസ് 1, 2, 3 and 4 വായിക്കാം. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുൻപിൽ കാഹളം ഊതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. മനുഷ്യരുടെ മാനം അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. അതിൻ്റെ തുടക്കമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. വിശേഷാൽ ദരിദ്രരായ ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് സഹായം കൊടുക്കുന്നത്, ഭിക്ഷ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, കൂടാതെ പൊതുവായിട്ടുള്ള പ്രാർത്ഥന, അതോടൊപ്പം ഉപവാസം, ഈ 3 മേഖലകളിൽ യഹൂദജനം ആ കാലത്ത് മനുഷ്യരുടെ മാന്യത അന്വേഷിക്കുക പതിവായിരുന്നു. ദേ യൂസ് ടു സീക്ക് ദി ഓണർ ഓഫ് പീപ്പിൾ. ഇതിനെ ഈ 3 ദൃഷ്ടാന്തങ്ങളിലൂടെ അതിനെ വിലക്കിക്കൊണ്ട് യേശു പറയുകയാണ്, എൻ്റെ ശിഷ്യന്മാരായ നിങ്ങൾ മനുഷ്യരുടെ ബഹുമാനം അന്വേഷിക്കരുത് എന്ന് താൻ ശിഷ്യന്മാരോട് പറയുകയാണ്. അപ്പോൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ അതിൻ്റെ തലവാചകം എന്ന് പറയുന്നത്, നിങ്ങൾ മനുഷ്യരുടെ ബഹുമാനം, മനുഷ്യരുടെ ആദരവും മാന്യതയും ആഗ്രഹിക്കരുത്, അത് അന്വേഷിക്കരുത്, അത് സ്വയമായി ഏറ്റെടുത്ത് അതിൽ പ്രശംസിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യരുത്. മറിച്ച് എല്ലാ മാന്യതയും ബഹുമാനവും ആദരവും എല്ലാ ഓണറും അതിനർഹതപ്പെട്ട സ്വർഗസ്ഥനായ പിതാവിന് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് ഇന്ന് നാം പറയുന്ന കാര്യങ്ങളുടെ സംക്ഷിപ്തം. അത് നാം വിശ്വാസികളായ നാം ക്രിസ്ത്യാനികൾ ഒരിക്കലും നാം മനുഷ്യരുടെ ബഹുമാനവും മാന്യതയും ആഗ്രഹിക്കാൻ പാടില്ല. ചിലപ്പോൾ ആളുകൾ നമ്മളെ ബഹുമാനിക്കും, അങ്ങനെ ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ ബഹുമാനിക്കുമ്പോൾ നാം അത് സ്വീകരിച്ച് ആസ്വദിച്ച് സ്വന്തമാക്കി എടുക്കരുത്. അത് എല്ലാം ദൈവത്തിന് നാം അന്നേരം അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കണം എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഈ മാനം അന്വേഷിക്കൽ ദൈവത്തിന് സങ്കടമുണ്ടാക്കുന്ന കാര്യമാകുന്നത് എന്ന് ആദ്യം തന്നെ ചിന്തിക്കാം. പൊതുവായ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ വിഷയം, എല്ലാ ആദരവും ബഹുമാനവും മാന്യതയും മനുഷ്യർക്കല്ല, അത് ദൈവത്തിന് മാത്രം അർഹതപ്പെട്ടതാണ് എന്നുള്ള സത്യം നാം അറിഞ്ഞിരിക്കണം. All glory and honor must go to our heavenly Father. മനുഷ്യരായ നാം ആരും ഈ മാന്യത കവർന്നെടുക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു. ചില വചനങ്ങൾ അതിൻ്റെ സൂചനയായിട്ട്, റെഫറൻസായിട്ട് നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 57ാം അധ്യായം അതിൻ്റെ 5ാം വചനം നമുക്ക് വായിക്കാം. Psalm 57 and verse 5 വായിക്കാം. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, ദൈവമേ അവിടുത്തെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ.
ദൈവത്തിൻ്റെ മഹത്വത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നതാണിത്. അവിടുന്ന് ഉന്നതനായ ദൈവമാണ്, എല്ലാ മഹത്വവും പിതാവേ അങ്ങേക്കാണ് അർഹതപ്പെട്ടത് എന്ന് ഇവിടെ പറയുന്നു. അതിനടുത്ത ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-ാം വചനം വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 19 വേഴ്സ് 7 വായിക്കാം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തിയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. ഇത് ഈ യുഗത്തിൻ്റെ അന്ത്യനാളുകളിൽ നാം കേൾക്കാൻ പോകുന്ന ഒരു ശബ്ദമാണ്. അവിടെ പറയുന്നു, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇവിടെയും എല്ലാ മഹത്വവും ആദരവും മാന്യതയും അതിൻ്റെ യഥാർത്ഥ അവകാശി മനുഷ്യരായ നാം അല്ല, സാക്ഷാൽ സർവശക്തനായ ദൈവത്തിനാണ് എല്ലാ മാന്യതയും ലഭിക്കേണ്ടത് എന്ന് ഈ വചനങ്ങൾ കൂടെ നാം മനസ്സിലാക്കുന്നു. ഇനി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെയും ഈ കാര്യങ്ങൾ ശക്തമായി പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. സ്വർഗത്തിലെ കാര്യങ്ങൾ 2 വചനങ്ങൾ ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ. റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സസ് 10 and 11 വായിക്കാം. 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപിൽ വീണു, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൻ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. ഇവിടെ ശ്രദ്ധിച്ചാൽ സ്വർഗത്തിലെ ആരാധനയാണ് കാണുന്നത്. അവിടെ അതിൻ്റെ ചുരുക്കം എടുത്താൽ ദൈവത്തോട് ഈ സ്വർഗീയ ദൂതന്മാരും സൃഷ്ടികളും മൂപ്പന്മാരും എല്ലാവരും അവിടുത്തെ മുമ്പിൽ വീണിട്ട് പറയുകയാണ്, ദൈവമേ, അവിടുന്ന് സൃഷ്ടാവാണ്, എല്ലാം അവിടുത്തെ ഇഷ്ടത്താൽ ഉണ്ടായി, ആകയാൽ എല്ലാ മഹത്വവും ബഹുമാനവും ശക്തിയും എല്ലാ ആദരവും പുകഴ്ചയും അങ്ങയ്ക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, എല്ലാ മഹത്വവും ആദരവും ആത്യന്തികമായി അൾട്ടിമേറ്റ്ലി all this glory and honor must go to our Father in heaven, not to any one of us. നാം മനുഷ്യരായ നാം അത് സ്വീകരിക്കരുത്, അത് നാം നമ്മുടെ സ്വന്തമാക്കി എടുക്കരുത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊരു വചനം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കാം. വെളിപ്പാട് 5-ാം അധ്യായം 11 മുതലുള്ള ചില വചനങ്ങൾ വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 5 വേഴ്സസ് 11 onwards. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1000 1000-ഉമായിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിൽ സമുദ്രത്തിലുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാ മഹത്വവും നമ്മുടെ ദൈവത്തിന് പോകണം. ഈ പല വചനങ്ങൾ നാം വായിച്ചപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന കാര്യം, എല്ലാ ആദരവും ബഹുമാനവും നമ്മുടെ ദൈവത്തിനുള്ളതാണ്. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നാം ആരും അതെടുക്കുവാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. മുമ്പോട്ട് പോകാം. ചില ആളുകൾ നാം ബൈബിളിൽ വായിക്കുന്നു, ദൈവത്തിന് പോകേണ്ട ഈ ബഹുമാനം അവർ സ്വന്തമായി എടുക്കുകയും അത് നിമിത്തം അവർക്ക് വലിയ ശിക്ഷാവിധി ഉണ്ടാകുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം പിന്നീട് സാത്താനായി തീർന്ന ലൂസിഫർ എന്ന ദൈവദൂതൻ്റെ കാര്യമാണ്. അതേക്കുറിച്ച് നാം ഈ ലൂസിഫറിൻ്റെ അഹങ്കാരവും ദൈവത്തിന് പോകേണ്ട മാന്യതയും മഹത്വവും എടുക്കുവാൻ അയാൾ ആഗ്രഹിക്കുകയും ചെയ്തത് നിമിത്തം അയാൾക്ക് ശിക്ഷാവിധി ഉണ്ടായി എന്നാണ് നാം വായിക്കുന്നത്. ആ ഭാഗം നോക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വചനങ്ങൾ വായിക്കാം. ഐസയ ചാപ്റ്റർ 14 വേഴ്സസ് 12 onwards. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തിൽ നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അത്യുതിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇവിടെ ഈ ദൈവദൂതൻ ഹൃദയത്തിൽ പറഞ്ഞ കാര്യം, ഞാൻ
ദൈവത്തിൻ്റെ സമനായിത്തീരും, ദൈവത്തോട് ഈക്വലായിത്തീരും, അവിടുത്തെ മഹത്വം ഞാൻ പങ്കിടും എന്നൊക്കെയാണ് അവൻ്റെ മനസ്സിൽ അവൻ്റെ ചിന്ത വന്നത്. ഞാൻ എന്ന് 5 പ്രാവശ്യം ഇവിടെ കാണുന്നു. തന്നെത്താൻ ഉയർത്തി മഹത്വം എടുക്കുവാനുള്ള ആഗ്രഹം അവൻ്റെ ഉള്ളിൽ വന്നപ്പോൾ അവൻ വെട്ടേറ്റ് നിലത്ത് വീണു. ആ മനോഹര രൂപിയായ ദൈവദൂതൻ ഒരു പിശാചായി മാറി എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇനി അതിൻ്റെ യെശയ്യാവ് 42-ാം അധ്യായം 8-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഐസയ ചാപ്റ്റർ 42 വേഴ്സ് 8. ഞാൻ യഹോവ, അതുതന്നെ എൻ്റെ നാമം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഈ വചനം ശ്രദ്ധിക്കുക. ഇത് വളരെ നിർണായകമായ നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞിരിക്കേണ്ട ഒരു വചനമാണ്. ഞാൻ യഹോവയായ ദൈവമാകുന്നു, എൻ്റെ നാമം അതാണ്. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും വിഗ്രഹങ്ങൾക്കോ ഒന്നും വിട്ടുകൊടുക്കുകയില്ല. മനുഷ്യരായ നാം ഇത് നമ്മുടെ മനസ്സിൽ കരുതിക്കൊള്ളണം. ദൈവത്തിന് അർഹിക്കുന്ന മഹത്വം നാം ആരും എടുക്കുവാൻ തുനിയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നാം പുതിയ നിയമഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ഹെരോദ രാജാവിൻ്റെ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന് അർഹതപ്പെട്ട മഹത്വം അയാൾ എടുക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ അടിയേറ്റ് അയാൾ മരിച്ചു പോകുന്ന ഒരു കാര്യം, പെട്ടെന്ന് അവന് ശിക്ഷാവിധി ലഭിച്ചു എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 21 മുതലുള്ള ചില വചനങ്ങൾ വായിക്കാം. ദ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 12 വേഴ്സസ് 21 ഓൺവേർഡ്സ് വായിക്കാം. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്നു അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കറിയാവുന്ന ഭാഗമാണ്. ഹെരോദ രാജാവിൻ്റെ അടുത്ത് കുറേ ജനക്കൂട്ടം വന്ന് അദ്ദേഹത്തിനെ കുറിച്ച് സ്തുതി പാടി അദ്ദേഹത്തിന് മഹത്വമൊക്കെ കൊടുത്ത് കാര്യം സാധിക്കാൻ വേണ്ടി വന്നതാണ്. ഹെരോദ രാജാവിനെക്കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചപ്പോൾ അദ്ദേഹം ആ പുകഴ്ച ഏറ്റെടുത്തു. എന്നിട്ടിവിടെ നാം വായിക്കുന്നു, ജനം പറഞ്ഞു ഇതൊരു ദൈവത്തിൻ്റെ ശബ്ദം പോലെ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒന്ന് ഞെളിഞ്ഞിരുന്ന് എന്നെക്കുറിച്ചാണല്ലോ ഈ പറയുന്നത് എന്നൊക്കെ സന്തോഷിച്ച് കാണും. എന്നാൽ ദൈവം അയാളെ അടിച്ചു, അയാൾ കൃമിക്ക് ഇരയായി മരിച്ചുപോയി എന്നിവിടെ കാണുന്നു. കാരണവും പറയുന്നു. 23-ാം വാക്യം നോക്കുക. അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല, തനിക്ക് തന്നെ ലഭിച്ച മഹത്വം അവന് ആസ്വദിച്ചു, അതിനെ സ്വീകരിച്ചു, അവൻ സ്വയം ഉയർത്തി. അതുകൊണ്ട് ദൈവം അവന് അപ്പോൾ തന്നെ ശിക്ഷാവിധി കൊടുത്തു, അവൻ മരിച്ചുപോയി എന്ന് കാണാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ യേശു നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, ദൈവത്തിന് അർഹതപ്പെട്ട മഹത്വം നാം ആരും കവർന്നെടുക്കുവാൻ ആഗ്രഹിക്കരുത്. ദൈവം മാത്രമാണ് എല്ലാ മഹത്വത്തിനും യോഗ്യൻ എന്ന് നാം വായിക്കുന്നു. 1 തിമോഥെയോസ് 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ നമുക്ക് നോക്കാം. 1 Timothy chapter 6 verses 15 and 16. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. ബഹുമാനവും നിത്യബലവും അർഹിക്കുന്ന വലിയവനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഇത്ര വലിയവനായ രാജാതിരാജാവും കർത്താതി കർത്താവും, അവിടത്തേക്കാണ് സകല മഹത്വവും പോകേണ്ടത്. ഇതിൻ്റെ ചുരുക്കം ഇതാണ് സഹോദരങ്ങളെ, നാം ആരും നമ്മിലേക്ക് തന്നെ മഹത്വവും ആദരവും മാന്യതയും സ്വീകരിച്ച് അതിനെ ഏറ്റെടുത്ത് സന്തോഷിക്കരുത്. അത് ദൈവത്തിന് തന്നെ കൊടുക്കുവാൻ നാം മനസ്സ് വയ്ക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അതെ, ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. മനുഷ്യർക്കാർക്കും പ്രശംസിക്കുവാൻ ദൈവം ഇട കൊടുത്തിട്ടില്ല. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 28-ഉം 29-ഉം വചനങ്ങൾ വായിക്കാം. 1 Corinthians chapter 1 verses 28 and 29. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ദൈവം മുമ്പാകെ ആരും ഒരു മനുഷ്യനും പ്രശംസിക്കുകയോ മഹത്വമെടുക്കുകയോ പൊങ്ങച്ചം പറയുകയോ ചെയ്യാതെ താഴ്മയോടെ ഇരിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം ബലഹീനരെ തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2 സാക്ഷ്യങ്ങളും കൂടെ നമുക്ക് വായിക്കാം. ഒന്ന് തൻ്റെ സാക്ഷ്യമാണ്, മറ്റേത് ജനങ്ങളോട് താൻ സംസാരിക്കുന്നതാണ്. അവിടെയും യേശു പറയുകയാണ്, ഞാൻ
മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, സ്വീകരിക്കുന്നില്ല, അത് സ്വന്തമായിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്ന ആ വചനങ്ങൾ കൂടെ നോക്കാം. അത് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 41 44 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സസ് 41 and 44. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? ഈ വചനങ്ങൾ ശ്രദ്ധിച്ചാൽ രണ്ട് കാര്യങ്ങൾ യേശു അവിടെ ഊന്നി പറയുന്നു. ഒന്ന്, ഐ ഡു നോട്ട് റിസീവ് ഗ്ലോറി ഫ്രം മെൻ. മനുഷ്യരോട് ഞാൻ ആദരവ് വാങ്ങിച്ച് അതിൽ സന്തോഷിച്ച് ഞെളിയുന്നില്ല, എനിക്കത് സന്തോഷകരമായൊരു കാര്യമൊന്നുമല്ല. രണ്ട്, ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനമാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ദൈവം നിങ്ങളെ ബഹുമാനിച്ചാൽ അതിലൊരു സന്തോഷം ഉണ്ടാകണം. അതാണ് വലിയ കാര്യം. നിങ്ങൾ മനുഷ്യരിൽ നിന്ന് ബഹുമാനം സ്വീകരിച്ച് അത് സ്വന്തമാക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കാൻ പോലും കഴിയുകയില്ല എന്ന് യേശു ഇവിടെ വ്യക്തമായിട്ട് സംസാരിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. ഏതെങ്കിലും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കഴിവുകളുടെയോ നമ്മുടെ ആരോഗ്യത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ മക്കളുടെയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പദവിയോ ശ്രേഷ്ഠതയോ നിങ്ങൾക്കുള്ള സമ്പത്തോ സ്വത്തോ വീടോ വാഹനങ്ങളോ ഇങ്ങനെ അനേക കാര്യങ്ങളുണ്ടല്ലോ, സമൂഹത്തിലുള്ള നിങ്ങളുടെ സ്റ്റാറ്റസും നിങ്ങളുടെ അധികാരവും ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുടെ പേരിൽ മനുഷ്യർ ആളുകളിൽ നിന്നും ബഹുമാനം സ്വീകരിക്കുകയും അതിനുവേണ്ടി ആളുകൾ പണിപ്പെടുകയും ചെയ്യുന്നത് നാം കാണാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ നാം മാന്യത വാങ്ങാൻ ആഗ്രഹിക്കരുത്. എല്ലാ മാന്യതയും ദൈവത്തിനാണ് പോകേണ്ടത്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ദൈവദാസന്മാരെ ബഹുമാനിക്കണം എന്ന് ബൈബിൾ പറയുന്നു. നിങ്ങളുടെ വിശ്വാസികളും മറ്റ് ദൈവമക്കളൊക്കെയും നിങ്ങൾ നേതൃത്വത്തിലുള്ള ആളാണെങ്കിൽ, ഒരു പാസ്റ്ററോ ദൈവദാസനോ ഒക്കെ ആണെങ്കിൽ ആളുകൾ നിങ്ങളെ ആദരിക്കും. ദൈവവചനം അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ മനോഭാവം ഒരു പോസ്റ്റ്മാൻ്റെ മനോഭാവമായിരിക്കണം. പോസ്റ്റ്മാൻ്റെ കയ്യിൽ പോസ്റ്റ് മാസ്റ്റർ മണി ഓർഡർ ഫോറവും കുറേ പണവും ഒക്കെ രാവിലെ കൊടുക്കും. അത് അയാളുടെ സ്വന്തമല്ല, അതുകൊണ്ട് അയാൾക്ക് വീട്ടിൽ പോകാനും സാധ്യമല്ല. ഈ മണി ഓർഡർ ആർക്ക് അഡ്രസ്സ് ചെയ്തിരിക്കുന്നോ അവർക്ക് ആ പണം കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനം നിങ്ങൾക്ക് തന്നാൽ, നിങ്ങളെ ബഹുമാനിച്ചാൽ അത് നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കാതെ അപ്പോഴപ്പോൾ അത് ദൈവത്തിന് കൊടുത്തുകൊണ്ടിരിക്കണം. ഇന്ന് രാത്രി അതിനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാമോ? പ്രത്യേകിച്ചും നിങ്ങൾക്ക് നേതൃത്വമോ സഭയിലോ മറ്റെവിടെയെങ്കിലുമോ ഒക്കെയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഇത് ഓർക്കേണ്ടതാണ്. ഞാൻ ഒരു മാന്യതയും എൻ്റെ സ്വന്തമായി എടുക്കുകയില്ല, എല്ലാ ബഹുമാനവും ദൈവത്തിന് കൊടുക്കും എന്നുള്ള ഒരു തീരുമാനത്തോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഇവിടെ നാം ആദ്യം വായിച്ച വേദഭാഗത്ത് മത്തായി 6-ാം അധ്യായം 1 മുതൽ 18 വരെ ഉള്ള ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, 3 ദൃഷ്ടാന്തങ്ങൾ യേശു ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും നിങ്ങൾ മനുഷ്യരോട് ആദരവ് പ്രതീക്ഷിക്കരുത്, ബഹുമാനം വാങ്ങരുത്. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങൾ ഈ പ്രവൃത്തികളൊന്നും അവരുടെ മുമ്പിൽ ചെയ്ത് കാണിക്കരുത് എന്ന് യേശു പറഞ്ഞു. ആ കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കിപ്പോകാം. ഒന്നാമത്തേത്, മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുന്നതാണ്. പാവപ്പെട്ടവർക്കോ അനാഥർക്കോ ആവശ്യമുള്ളവർക്കോ ഒക്കെ സഹായം ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ മനുഷ്യരിൽ നിന്നും ആദരവ് പിടിച്ചു പറ്റുവാൻ പലരും ആഗ്രഹിക്കുന്നു. അങ്ങനെയായിരുന്നു ആ കാലത്ത് യഹൂദ മത നേതാക്കന്മാരും പരീശന്മാരും ഒക്കെ ചെയ്തിരുന്നത്. ആ ഭാഗങ്ങൾ നാം വായിച്ചുവല്ലോ. യേശു പറഞ്ഞു, മത്തായി 6-ന്റെ 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ, നിങ്ങൾ പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യുമ്പോൾ, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യർ കാണാനും അവരുടെ മാന്യത സ്വീകരിക്കുവാനും വേണ്ടി പബ്ലിക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. അവർ തെറ്റായി ചെയ്തിരുന്ന ഒരു കാര്യമാണത്. കാഹളം ഊതിച്ചുകൊണ്ട് എല്ലാവരും കാണത്തക്കവണ്ണം അവർ പണം കൊടുക്കും, പാവപ്പെട്ടവർക്ക് പണം കൊടുക്കും. യേശു പറഞ്ഞു, അത് വളരെ തെറ്റായ കാര്യമാണ്. നീ കൊടുക്കുമ്പോൾ, നീ ദാനധർമ്മങ്ങൾ ചെയ്താൽ അത് രഹസ്യത്തിലായിരിക്കണം. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അത് ആരും അറിയാതെ രഹസ്യമായിട്ട് ചെയ്താൽ ആ കാര്യങ്ങൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പരസ്യമായി പ്രതിഫലം തരും. ദൈവം നിന്നെ മാനിക്കും. അതാണ് ഒന്നാമത്തെ ദൃഷ്ടാന്തം. നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് കഴിയുന്നിടത്തോളം ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കണം ചെയ്യുന്നത്. അത് പബ്ലിക്കാക്കാനും നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യാനും എല്ലാവരെയും കാണിക്കാനും കേൾപ്പിക്കുവാനും വേണ്ടി അതിൻ്റെ മാന്യതയും മഹത്വവും സ്വീകരിക്കുവാൻ നിങ്ങൾ മനസ്സ് വയ്ക്കരുത് എന്നാണ് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്.
ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാമോ സഹോദരങ്ങളെ? ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം മനുഷ്യരിൽ നിന്നും ആദരവ് പിടിച്ചു പറ്റുവാൻ വേണ്ടി, മാന്യത നേടാൻ വേണ്ടി നാം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് അറിയുമായിരുന്നില്ല, അത് തെറ്റാണെന്ന് ഇതുവരെ അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ ഇന്നു മുതൽ അത് മനസ്സിലാക്കണം. എല്ലാ മാന്യതയും മഹത്വവും റെസ്പെക്റ്റും ഓണറും ആത്യന്തികമായി ദൈവത്തിനാണ് പോകേണ്ടത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാമത്തെ ദൃഷ്ടാന്തത്തിലേക്ക് വരാം. അത് പ്രാർത്ഥനയുടെ കാര്യത്തിലാണ് യേശു പറഞ്ഞത്. അത് മത്തായി 6-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യരുടെ ആദരവിനും ബഹുമാനത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് യേശു പറഞ്ഞു. അന്നൊക്കെ യഹൂദന്മാർ മത നേതാക്കന്മാരുമൊക്കെയും എല്ലാവരെയും കാണുക, പരസ്യമായിട്ട് പ്രാർത്ഥിക്കുകയും അതിൻ്റെ മഹത്വം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു അത് പറഞ്ഞത്. പബ്ലിക്കായിട്ടുള്ള പ്രാർത്ഥനയും അത് 4 പേര് കേൾക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു ആദരവും, ഈ ദേവദാസൻ, ഈ സഹോദരൻ വളരെ വചനങ്ങൾ അറിയാവുന്ന ആളാണല്ലോ, വളരെ അധികം പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആളുകൾ അയാളെ ബഹുമാനിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. നമുക്ക് 2-3 വചനങ്ങൾ അവിടെ നിന്ന് വായിക്കാം. അതായത് മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള ചില വചനങ്ങൾ, 5, 6, 7 വചനങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തിരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുകയും നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഇവിടെ ശ്രദ്ധിക്കുക, പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കരുത് എന്ന് യേശു വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നു. പ്രാർത്ഥന മനുഷ്യരെ കേൾപ്പിക്കാൻ വേണ്ടി അല്ല, മറിച്ച് അത് ദൈവം മുമ്പാകെയുള്ള ഒരു കാര്യമാണ്. ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. എന്നാൽ പബ്ലിക്കായിട്ട് ഒരു സഭയിലോ ഗ്രൂപ്പിലോ നാം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും അത് കേൾക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് അർത്ഥപൂർണ്ണമായി ആമേൻ പറയാൻ സാധിക്കൂ. അതുകൊണ്ട് പരസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായി നാം പ്രാർത്ഥനയിൽ പ്രാർത്ഥന നടത്തേണ്ടത് ആവശ്യമാണ്. എന്നാൽ യേശു ആ കാര്യമല്ല ഇവിടെ പറയുന്നത്. അന്നത്തെ യഹൂദ മത മേധാവികൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും സ്ട്രീറ്റുകളിലും ഒക്കെ നിന്ന് എല്ലാവരും കേൾക്കുക, എല്ലാവരും കാണുക, തങ്ങൾ ഭക്തരാണെന്ന് കാണിക്കാൻ വേണ്ടി പരസ്യമായ പ്രാർത്ഥനകൾ അവർ നടത്തുമായിരുന്നു. അതിൻ്റെ ലക്ഷ്യം അതിൽ കൂടെ അവർക്ക് മാന്യത ലഭിക്കണം എന്നുള്ളതാണ്. യേശു പറഞ്ഞു, അവർ പരസ്യമായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് മാന്യത കിട്ടി, അതാണ് അവരുടെ പ്രതിഫലം. എന്നാൽ ദൈവം അത് കേൾക്കുന്നില്ല, ദൈവം അതിന് മറുപടി കൊടുക്കുന്നില്ല. നീയോ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിൻ്റെ അടുത്ത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ആ ദൈവം നിനക്ക് മറുപടി നൽകും. പിന്നീട് 7-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ വിജാതീയരായ ദൈവത്തെ അറിയാത്ത മനുഷ്യർ വളരെ ഒച്ച വെക്കുകയും വളരെ ശബ്ദമുണ്ടാക്കുകയും വളരെ സമയമെടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അവരുടെ ചിന്ത കൂടുതൽ കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് സന്തോഷമാണെന്നാണ്. എന്നാൽ ഹൃദയത്തിൻ്റെ നിലയാണ് ദൈവം നോക്കുന്നത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ജൽപ്പനം ചെയ്യുക, വീണ്ടും വീണ്ടും ഒരു കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ അവർക്കൊരു സംതൃപ്തി ലഭിക്കുന്നു, ദൈവം മറുപടി തരും എന്ന് അവർ ചിന്തിക്കുന്നു. അധികം സംസാരിക്കുമ്പോൾ, അധികം വാക്കുകൾ പറയുമ്പോൾ ഉത്തരം കിട്ടുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ നിങ്ങൾ അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ പിതാവിന് അറിയാം. നിങ്ങൾ ചോദിക്കും മുമ്പേ, യാചിക്കും മുമ്പേ പിതാവിന് ഇതൊക്കെ അറിയാമല്ലോ. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥനകൾ മനുഷ്യരെ കേൾപ്പിക്കാൻ വേണ്ടിയോ മനുഷ്യരുടെ മാന്യതയ്ക്ക് വേണ്ടിയോ മനുഷ്യരിൽ നിന്നും ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയോ ഒരിക്കലും ആകരുത്. നമ്മുടെ പ്രാർത്ഥനകൾ സാക്ഷാൽ ദൈവത്തോട് തന്നെ ആയിരിക്കണം. അതെത്ര മനോഹരമായതായിരിക്കും. ദൈവം നിശ്ചയമായിട്ടും അങ്ങനെയുള്ളവർക്ക് അവരോട് കരുണ ചെയ്യും, അവർക്ക് മറുപടി നൽകും. ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. സ്വർഗത്തിലുള്ള പിതാവിനോട് നിങ്ങൾ സംസാരിക്കണം. അവൻ്റെ രാജ്യവും നീതിയും ഒക്കെയും നിങ്ങൾക്ക് 1-ാം സ്ഥാനത്തായിരിക്കണം. ആ ഭാഗത്ത് യേശു ഒരു പ്രാർത്ഥനയുടെ മോഡൽ നമുക്ക് നൽകിയിട്ടുണ്ട്.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങി ആ ഒരു മോഡൽ പ്രാർത്ഥനയും നമുക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. അതുപോലെ ആ വാക്കുകൾ പറയണമെന്നല്ല അതിൻ്റെ അർത്ഥം. ആ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥനകളായിരിക്കണം. അത് മറ്റൊരു സമയത്ത് നമുക്ക് വീണ്ടും ചിന്തിക്കാം. അവിടെ 7 കാര്യങ്ങൾ പ്രാർത്ഥനയിൽ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതിൽ 6 കാര്യങ്ങളും ആത്മീയമായ ദൈവവിഷയമായ കാര്യങ്ങളാണ്. ഭൗതികമായ ഭക്ഷണം, ഇന്നത്തേക്കുള്ള ഭക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഭൗതികമായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ പ്രൊപ്പോർഷൻ അതൊന്ന് ശ്രദ്ധിക്കണമേ. 7 വിഷയങ്ങളിൽ 1 മാത്രമേ ഉള്ളൂ ഭൗതികമായ കാര്യം, ബാക്കി 6 ആത്മീകമായ കാര്യങ്ങളാണ്. അതിൽ ഒരാത്മീയ സത്യം ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയാണോ, അതോ ആത്മീയമായ ദൈവമേ അങ്ങയുടെ രാജ്യവും നീതിയും അങ്ങയുടെ നാമവും അങ്ങയുടെ രാജ്യവും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ദേശത്ത് സഭയിൽ വരണമേ, ആ രീതിയിൽ നാം പ്രാർത്ഥിച്ച് പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇവിടെ യേശു സൂചിപ്പിച്ചത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യരുടെ മാന്യത പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിലേക്ക് ഡയറക്റ്റഡ് ആയിരിക്കണം. 3-ാമത്തെ ദൃഷ്ടാന്തം 6-ാം അധ്യായം 16 മുതൽ 18 ഭാഗങ്ങളിലാണ്. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സസ് 16 to 18 നമുക്ക് വായിക്കാം. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇവിടുത്തെ പ്രധാന വിഷയം എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കരുത് എന്നുള്ളതിനേക്കാളും അതിൻ്റെ ചില നിർദ്ദേശങ്ങളും അവിടെ യേശു സൂചിപ്പിക്കുന്നുണ്ട്. ഏറ്റവും മുഖ്യമായ വിഷയം ഇവിടെ ഈ ഭാഗത്ത് ഊന്നി പറയുന്നത്, നീ ഉപവസിക്കുമ്പോൾ അത് ആളുകളെ കാണിക്കുവാൻ വേണ്ടിയും ആളുകളുടെ മഹത്വം കിട്ടുവാൻ വേണ്ടിയും ആ ഒരു ലക്ഷ്യത്തോടെ ആയിരിക്കരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ നീ ഹൃദയത്തിൻ്റെ ദുഃഖത്തോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കാണും. ദൈവം തന്നെ നിനക്ക് അപ്രൂവൽ തരും. ദൈവം നിൻ്റെ ഉപവാസത്തെ അംഗീകരിക്കും. പ്രിയ സഹോദരന്മാരെ, ഉപവാസവും പ്രാർത്ഥനയും ഒക്കെയും പഴയ നിയമകാലത്ത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു. ഇന്നും അനേകം മതസ്ഥരായ ആളുകളൊക്കെയും പല തരത്തിലുള്ള ഉപവാസങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ പിടിച്ചു വാങ്ങാൻ വേണ്ടി ചില ആളുകൾ ഉപവാസം നടത്താറുണ്ട്. അതിന് ബൈബിളിൽ വലിയ ഒരു പിന്താങ്ങുന്ന കാര്യം നാം കാണുന്നില്ല. ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുക, ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ഭക്ഷണമൊക്കെ വെടിഞ്ഞ് ദൈവസന്നിധിയിൽ മനസ്സ് ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കുവാനായിട്ട് ഉപവാസ പ്രാർത്ഥന പലപ്പോഴും സഹായകമാണ്. ഒരു ദേശത്തിൻ്റെ വലിയൊരു ക്രൈസിസ്, ഒരു വലിയ നിർണായകമായ സാഹചര്യത്തിൽ പലപ്പോഴും ഉപവാസത്തോടെ ജനങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ദൈവം വിടുതൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ യേശു പറയുന്ന വിഷയം, നിങ്ങളുടെ ഉപവാസം മനുഷ്യരുടെ മുൻപിൽ വിളങ്ങേണ്ടതിന്, അവരുടെ ക്രെഡിറ്റ് കിട്ടുവാൻ, അവരുടെ മഹത്വവും അംഗീകാരവും കിട്ടുവാൻ, അവരുടെ മാന്യത തേടിക്കൊണ്ടായിരിക്കരുത്. ഞാൻ ഈ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. യേശു 3 ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു. ആ 3 കാര്യവും നമ്മുടെ വിശ്വാസ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിവൃത്തിയില്ലാത്തവരെ, പാവപ്പെട്ടവരെ, അനാഥരെയൊക്കെയും അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക, അവരെ സഹായിക്കുക. അത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കണം. അതിൻ്റെ പേരിൽ മഹത്വം സ്വീകരിക്കുവാൻ നാം ഒരിക്കലും മനസ്സ് വെക്കരുത്. 2, പ്രാർത്ഥിക്കുന്ന കാര്യം വളരെ നല്ല കാര്യമാണ്. നാം പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. എന്നാൽ പ്രാർത്ഥന പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ അത് മനുഷ്യരുടെ മാന്യതയ്ക്ക് വേണ്ടി ആകരുത്. ഭംഗി വാക്കുകളും നല്ല വചനങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഭംഗിയായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ അത് ഏതുദ്ദേശത്തോടെയാണെന്ന് അവർക്കേ അറിയത്തുള്ളൂ. നമുക്ക് നല്ല ഉദ്ദേശങ്ങളുണ്ടാകണം. മനുഷ്യരെ കേൾപ്പിക്കാൻ വേണ്ടിയല്ല, ദൈവം മുമ്പാകെ ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. ഉപവാസവും അങ്ങനെ തന്നെ ദൈവം മുമ്പാകെ ആയിരിക്കണം. ഈ കാര്യമാണ് യേശു ഈ ഭാഗത്ത് നമ്മോട് പഠിപ്പിക്കുന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഓൾ ദാറ്റ് മേക്സ് ഗോഡ് സാഡ്, ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം. 6-ാമത്തെ കാര്യം ഇന്ന് നാം പഠിക്കുകയുണ്ടായി. മനുഷ്യരുടെ മാന്യത അന്വേഷിക്കുന്നത് ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. ആകയാൽ ഇന്ന് രാത്രി ആ ഒരു നിർണയത്തോടെ നമുക്ക് മടങ്ങിപ്പോകാം. ദൈവമേ, മനുഷ്യരുടെ മാന്യത എടുക്കുവാൻ എനിക്ക് ഇടയാകരുതേ. ഞാനതിനെ തള്ളി പറയുന്നു. എനിക്കത് വേണ്ട. അങ്ങയുടെ മഹത്വം മാത്രം മതി. അങ്ങയ്ക്ക് മഹത്വം വരുത്തുവാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു.